നമസ്കാരം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷബാധയേറ്റ് പന്തളത്തൊരു കുട്ടി മരിച്ച സംഭവം നമ്മൾ പത്രത്തിലൂടെ എല്ലാം വായിക്കുകയുണ്ടായി. മാന്ത് കിട്ടിയ പൂച്ച മാന്തിയ ഉടനെ തന്നെ അത് ഇഞ്ചക്ഷൻ എടുത്തു, പ്രതിരോധ കുത്തിവയ്പ് എടുത്തു കഴിഞ്ഞാണ് മരണമുണ്ടായത്. അപ്പൊ അതേക്കുറിച്ചൊക്കെ കൂടുതൽ ചർച്ചകളും എന്താണ് ഇതിന്റെ കാരണങ്ങളെന്നൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഇപ്പം പണ്ടത്തെക്കാളൊക്കെ കൂടുതലായിട്ട് നായശല്യം വൃദ്ധരെയും കൊച്ചുകുട്ടികളെയും സ്കൂളിൽ പോകുന്നവരെയും വഴിയെ പോകുന്നവരെയും ബൈക്കിൽ പോകുന്നവരെയും ഒക്കെ നായ ധാരാളമായി കടിക്കുകയും അതിന്റെ ശല്യം കൂടി വരികയും ഒക്കെ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ആയുർവേദം അഷ്ടാംഗ ഹൃദയത്തിൽ വിഷബാധയെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ചികിത്സയും അതുപോലുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വീഡിയോ എന്താണ് പഴയ കാലത്ത് ആയുർവേദത്തിൽ ഈ പട്ടി കടിച്ചാൽ പറഞ്ഞിരിക്കുന്നത് എന്ന് സാധാരണ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഒരു നായ കടിച്ചാൽ ഉടനെ തന്നെ ഉഷ്ണേന സർപ്പിഷാദഗ്ധം, ഉഷ്ണേന ചൂടുള്ള സർപ്പിസ നെയ്യ് കൊണ്ട് ആ ഭാഗം ചൂട് പിടിപ്പിക്കണം. അങ്ങ് പൊള്ളിച്ചു കളയാന്നുള്ളതല്ല, നെയ്യ് ചൂടാക്കി അവിടെ ഒഴിക്കണം. ഉഷ്ണേന സർപ്പിസാദഗ്ധം, അലർക്കം എന്നാണ് സംസ്കൃതത്തിൽ പട്ടിക്ക് പറയുന്നത്. പിടിച്ച നായ്ക്ക് അലർക്കം എന്നാണ് പറയുന്നത്. ഈ അലർക്കത്തിന്റെ കടിയേറ്റാൽ ഉഷ്ണേന സർപ്പിഷാദഗ്ധം, ചെറു ചൂട് നെയ്യ് അവിടെ ഒഴിച്ച് കഴുകുകയും വിഷത്തെ വലിച്ചെടുത്ത് കളയുന്നതിന് സാധാരണ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു മരുന്നാണ് നെന്മേനിവാക. നെന്മേനിവാകയുടെ തൊലി അരച്ച് പുരട്ടുകയോ അതിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആ ഭാഗം കഴുകുകയോ ചെയ്യാവുന്നതാണ്, വിഷം ഉള്ളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനുശേഷം പുരാണഘൃതം പിബേദിച്ച എന്നാണ്, പുരാണഘൃതം കുടിക്കണം. പുരാണഘൃതം എന്ന് പറഞ്ഞാൽ പഴകിയ നെയ്ക്കാണ് പുരാണഘൃതം എന്ന് പറയുന്നത്. പുതിയ നവനീതം, പുതിയ നെയ്യേക്കാളും ഗുണം പുരാണഘൃതത്തിനാണ്. പഞ്ചസംവത്സരാതീതം പുരാണഘൃതമുച്യതേ, 5 വർഷം പഴകിയെങ്കിലും പഴകിയ നെയ്ക്കാണ് പുരാണഘൃതം എന്ന് പറയുന്നത്. അതിന് നല്ല ഗുണമുള്ളതാണ്. വിഷാംശത്തെ, ശരീരത്തിലുള്ള വിഷാംശങ്ങളെയൊക്കെ കളയുന്നതിന് പുരാണഘൃതം നല്ലതായി ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. വർഷം ഏകാദശം പ്രാപ്യ, 11 വർഷം പഴകിയ നെയ്യാണെങ്കിൽ സർവ ഗുണകരം ശിവം, എല്ലാ ഗുണങ്ങളും ഉള്ളതും എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതും, സർവദോഷകരം ശിവം, എല്ലാ ദോഷത്തെയും ഇല്ലാതാക്കുന്നതും വളരെ ശിവവും മംഗളവും ആയിട്ടുള്ളതിനാണ് 11 വർഷം പഴകിയ നെയ്യ് ഉള്ളത്. അപ്പൊ ഈ പുരാണഘൃതത്തിന്റെ ഉപയോഗങ്ങൾ അഷ്ടാംഗ ഹൃദയത്തിൽ വിഷചികിത്സയിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഇപ്പോഴത്തെ കാലത്ത് ഒരു പേപ്പട്ടി വന്ന് നമ്മളെ കടിക്കുകയാണെങ്കിൽ ഈ നെന്മേനിവാകയുടെ തൊലിയൊന്നും അന്വേഷിച്ചു പോകാനായിട്ട് പറ്റത്തില്ല. നെന്മേനിവാക എന്താണെന്ന് ആർക്കും അറിയത്തില്ല, അത് എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ അന്ന് വൈദ്യശാലകളിലും അതുപോലെ തന്നെ മരുന്ന് കടകളിലും ഒക്കെ എല്ലാ വിധത്തിലുള്ള ആയുർവേദ മരുന്നുകളും നിർമ്മിച്ചു വെച്ചിരുന്നു. നമ്മൾ ചെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള പച്ചമരുന്നുകൾ കിട്ടുമായിരുന്നു. ഇന്ന് പച്ചമരുന്ന് കടകളിൽ ഈ ഇപ്രകാരമുള്ള മരുന്നുകൾ അന്വേഷിച്ച് ആരും വരാത്തത് കൊണ്ട് അതൊന്നും ഇപ്പൊ കിട്ടാനേ ഇല്ല. അപ്പൊ ഈ ആയുർവേദത്തിന് കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. എല്ലാ ചികിത്സകളും ആയുർവേദത്തിൽ ആദ്യമേ ചെയ്യാൻ പാടില്ലെന്നും ഒക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആയുർവേദത്തെ ഹോമിയോ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മോഡേൺ മെഡിസിന്റെ പിന്നിലേക്ക് നിർത്തിക്കൊണ്ട് അതിനെ പുറകോട്ടടിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള ചികിത്സകളെല്ലാം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്തു കഴിഞ്ഞാൽ വിഷം ഉള്ളിലേക്ക് കയറുകയില്ല, അതിന്റെ അണുക്കൾ ഉള്ളിലേക്ക് കയറുകയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് വയറിളക്കുക, അതുപോലെ അങ്കോലം എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. അങ്കോലത്തിന്റെ വടക്കോട്ട് പോയ വേര്, അതാണ് ഔഷധ ഗുണമുള്ള വേര്. വടക്കു ഭാഗത്തേക്കാണ് അങ്കോലത്തിന്റെ നീണ്ടുപോകുന്ന വേര്. ഉടനെ തന്നെ കൊണ്ടുവന്ന് അത് കൊത്തി മുറിച്ചിട്ട് കഷായം വെച്ച് ആ കഷായം നെയ്യ് അതിനകത്തോട്ട് ശകലം നെയ്യ് ഒഴിച്ച് സേവിക്കുക. ഉമ്മം, തഴുകാമ, വയമ്പ് ഇവ പച്ചവെള്ളത്തിൽ അരച്ച് സേവിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉള്ളിൽ വിഷം വ്യാപിക്കുകയില്ല എന്നാണ് അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാംസം, എള്ളെണ്ണ, എരിക്കിൻ പാല്,
വയമ്പെ ഇവ സമമായെടുത്ത് ഒന്നിച്ചു ചേർത്ത് സേവിച്ചാൽ അനിലഘന വൃദ്ധം ഇവ ആലർക്കം വിഷം ഭിന്നതി. ആലർക്ക വിഷം എന്ന് പറഞ്ഞാൽ പട്ടി കടിച്ചുണ്ടാകുന്ന വിഷം. ഈ കാറ്റടിക്കുമ്പോൾ മേഘങ്ങൾ എപ്രകാരമാണോ അകന്നു പോകുന്നത് അതുപോലെ ശരീരത്തിൽ നിന്ന് മാറും. അത് അങ്ങനെ ഓരോ തരം മരുന്നുകളും വൈദ്യർ ആ രോഗിയെ മനസ്സിലാക്കി അതിന്റെ കടിയുടെ വലിപ്പവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയാണ് ഏത് മരുന്ന് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രകാരമുള്ള ചികിത്സകൾ ഉണ്ടെന്ന് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മൃഗങ്ങളുടെ പെട്ടി പോലെ തന്നെ ചില വ്യാഘ്രം, കുറുക്കൻ ഇങ്ങനെയൊക്കെയുള്ളവയുടെ പല്ലോ നഖമോ ഒക്കെ കൊണ്ട് മുറിയുകയും അവ പഴുക്കുകയും ഒക്കെ ചെയ്ത് ഓമത്തൊലി, പപ്പരക്കയുടെ ഓമത്തൊലി, വെൺമരുതിൻതൊലി, പൊന്നങ്ങാണി, നിലംപരൻ, മഞ്ഞൾ, മരമഞ്ഞൾ, കാവിമണ്ണ് ഇവയൊക്കെ വിഷത്തെ വലിച്ചെടുക്കുന്ന മരുന്നുകളാണ്. ഇവയൊക്കെ ചേർത്ത് പുറംപടയിടുകയും ഇവയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന മരുന്നുകൾ ഉള്ളിൽ സേവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നായവിഷം ഏറ്റാൽ ചെയ്യാവുന്ന കുറച്ച് മരുന്നുകൾ കൂടി ഭൈഷിജ്യരത്നാവലിയിലുണ്ട്. കനകദള ദ്രവഹൃതം. കനകദളം എന്ന് പറഞ്ഞാൽ ഉമ്മത്തിന്റെ ഇല. ഗുഡദുഗ്ധ പലയിക. ഉമ്മത്തിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര്. വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കര, പാല്, നെയ്യ് ഇവയെല്ലാം കൂടി അരച്ച് ചേർത്ത് ഈ നീരിനകത്തോട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കുടിക്കുക. അതുപോലെ തന്നെ വിഷം ഉള്ളിൽ കുറച്ച് നാൾ കൊണ്ട് മാറുന്നതാണെങ്കിൽ അത് കടിയുടെ സ്വഭാവവും മറ്റും ഏറ്റ് മനസ്സിലാക്കി ശരീരത്തിൽ കുറച്ച് നാൾ കുറേശ്ശെ നിൽക്കുന്ന വിഷമാണെങ്കിൽ അത് തുടർച്ചയായി സേവിക്കുന്നതിനുള്ള മരുന്നുകളും പറഞ്ഞിട്ടുണ്ട്. ഉമ്മത്തിന്റെ വേര് പാലിലരച്ച് സേവിക്കുക. അതുപോലെ തന്നെ അങ്കോലത്തിന്റെ വേര് പാലിലരച്ച് സേവിക്കുക. ഇങ്ങനെയൊക്കെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ ഈ വിഷബാധ ഉള്ളിൽ തങ്ങി നിൽക്കുകയില്ല. അതിൻ്റെ വിഷാംശമൊക്കെ അതിൽ നിന്നുണ്ടാകുന്ന അണുക്കളൊക്കെ ശരീരത്തിൽ വളരാൻ ഇടയില്ലാതെ തന്നെ നശിച്ചു പോകും. തേനിവാകയുടെ കുരു അത് കള്ളിപ്പാല് എന്ന് പറയുന്ന കള്ളിച്ചെടിയുടെ പാലിൽ അരച്ചു പുരട്ടുകയാണെങ്കിൽ ആ കടവായിലുള്ള അണുക്കളെല്ലാം തന്നെ നശിച്ചു പോകും. ഉള്ളിലേക്ക് വിഷബാധ ഏൽക്കുകയില്ല. പാശ ഛേദീകൃതം ഈശാരിഷ്ടം. മേനിവാകയുടെ തോല് തന്നെ കഷായം വെച്ച് അതിനകത്ത് പലതരം മരുന്നുകൾ ചേർത്ത് മൺകുടത്തിൽ കെട്ടിവെച്ചിരുന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അരിഷ്ടമാണ്. അതൊക്കെ ഒരു കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കടിയൊക്കെ കിട്ടിയാൽ അപ്പോൾ കഴിക്കാൻ ഒക്കെ പറ്റത്തുള്ളൂ. ഇന്ന് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കി വിൽപ്പന ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കാർക്കും അറിയാൻ കഴിയുന്നില്ല. ഏറ്റ ഭാഗം കെട്ടുക, അവിടെ മരുന്നുകൾ പുരട്ടുക, അതുപോലെ മന്ത്രോച്ചാരണങ്ങൾ ചെയ്യുക. ആ മന്ത്രോച്ചാരണം ചെയ്യുന്നത് കൊണ്ട് മനസ്സിന് നല്ല ഒരു സുഖവും കോൺസെൻട്രേഷനും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയായിരിക്കും. രക്തമോക്ഷം ചെയ്യുക, ആ ഭാഗം മുറിച്ച് അതിൽ നിന്ന് അഴുക്കും വെള്ളവും ഒക്കെ രക്തവും ഒക്കെ കുറച്ച് കളയുക തുടങ്ങിയവയൊക്കെ അന്ന് ചെയ്തിരുന്നു. ഇന്ന് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നും നമുക്ക് പറയുന്നുണ്ട്. അന്ന് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ അഷ്ടാംഗ ഹൃദയത്തിലുള്ളവയാണ് പറയുന്നത്. അഞ്ജനം, കണ്ണിൽ അഞ്ജനം എഴുതുക, അതുപോലെ തന്നെ അവഗാഹം വെള്ളത്തിൽ ഇറക്കിയിരുത്തുക തുടങ്ങിയുള്ള ചികിത്സകളും ചെയ്തിരുന്നു. ഛർദിപ്പിക്കുക, വിരേചനം ചെയ്യുക, ഇപ്രകാരമുള്ള വിഷബാധകൾ ഏറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട്. അതായത് ക്രോധം, മൈഥാഹാരം, ഭുക്തോഹോ ഉപരിഭോജനം. ഒന്ന് കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ മേളിൽ ഉടനെ കഴിക്കുക. അതിന് വിരുദ്ധ ഭുക്തസ്യ ഉപരിഭോജനം, വിരുദ്ധാഹാരം, ഒന്നിന് ചേരാത്ത ആഹാരങ്ങൾ, പകലുറക്കം, അതിയായ അധ്വാനം, താമ്പൂലം മുറുക്കുക, കാറ്റുകൊള്ളുക, അമ്ല പദാർത്ഥങ്ങളും ലവണ പദാർത്ഥങ്ങളും അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. ഉറക്കം, ധൂമപാനം, വിശപ്പ്, മദ്യസേവ തുടങ്ങിയവയൊക്കെ വിഷം വ്യാപിച്ച ആളുകൾ ചെയ്യാൻ പാടില്ല. വിഷബാധ ഏറ്റാൽ കുറച്ച് നാൾ അടുപ്പിച്ച് കഴിക്കുന്ന മരുന്നുകളും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭീമരുദ്രരസം, വിഷവജ്രപാതരസം, തണ്ടുലീയകഘൃതം. അത് ഒരു നെയ് സേവയാണ്. തണ്ടുലീയം എന്ന് പറഞ്ഞാൽ ചെറു ചീര എന്നാണ് അർത്ഥം. തണ്ടുലീയം അതുകൊണ്ടുണ്ടാക്കുന്ന നെയ്യ്. ശിഖരീഘൃതം, മൃത്യുപാശ ഛേദീഘൃതം, ഗിരീശാരിഷ്ടം. ഗിരീശം എന്ന് പറഞ്ഞാൽ അത് നെന്മേനി വാകയ്ക്കാണ് ഗിരീശം എന്ന് പറയുന്നത്. നെന്മേനി വാക വെള്ളത്തിൽ
തിളപ്പിച്ച് കഷായമാക്കി അതിനകത്ത് പല മരുന്നുകളും ചേർത്ത് മൺകുടത്തിൽ കെട്ടി വെച്ചിരുന്ന് അത് അരിഷ്ടമായി എടുത്ത് ഉപയോഗിക്കുന്നതിനാണ് ഗിരീശാരിഷ്ടം എന്ന് പറയുന്നത്. മഞ്ഞൾ, മരമഞ്ഞൾ, അമരിവേര്, അകപ്പൂവ് തുടങ്ങി വിഷത്തിന് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം മരുന്നുകൾ ആയുർവേദത്തിലുണ്ടായിരുന്നു. അതൊക്കെ എല്ലാ കടകളിലും ലഭ്യമായിരുന്നു. ആവശ്യാനുസരണം അത് ഉപയോഗിച്ചാണ് അന്ന് വിഷബാധയൊക്കെ ഏറ്റാൽ ചികിത്സ ചെയ്തിരുന്നത്. ഫലങ്ങളെല്ലാം തന്നെ അറിവിലേക്കായി മനസ്സിലാക്കി വെക്കാൻ മാത്രമായി ഉപയോഗിക്കുക. ആരും സ്വയം ചികിത്സയൊന്നും ചെയ്യരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.